സിദ്ദീഖ്, വിനോദ് ഇപ്പോഴും എവിടെ എത്തും? എന്നെക്കുറിച്ച് ഓവർകോട്ടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ സ്ഥലത്തില്ല എന്ന് മാത്രം പറയുക. ആ ഹാൻഡ് ബാഗും താക്കോലും കൊടുത്ത് ഏൽപ്പിക്കുക. അത് കിട്ടിയതായി റെസിറ്റ് എഴുതി വാങ്ങിക്കുക. ഓക്കെ? എന്താ സാർ ഇതൊക്കെ? ഓവർകോട്ട്, ഹാൻഡ് ബാഗ്, കീ, ഒന്നും മനസ്സിലാവുന്നില്ലോ. വെയിറ്റ്. ഈ കോട്ട് വിനോദിന്റേതാണ്. ഈ താക്കോലും. ഇത് കിട്ടാൻ വേണ്ടി ഇന്ന് വൈകിട്ട് ഞാൻ വിനോദിന്റെ കോട്ട് മാറ്റിയെടുത്തു. ഓവർകോട്ട് മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയ വിനോദ് സ്റ്റേഷനിൽ പോയി ഹാൻഡ് ബാഗുമായി ഉടനെ തിരിച്ചു വരും. പക്ഷേ ആ ഹാൻഡ് ബാഗിലുള്ള കീ കൊണ്ടും ഈ ഡോർ തുറക്കാനാവില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ കീ മരിച്ചുപോയ റോബർട്ടിന്റെ വീടിന്റേതാണ്. അപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കീ? ജസ്റ്റ് എ മിനിറ്റ്. ഇതാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കീ. അതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് തന്നെ ഈ കീയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നോക്കാനാണ്. ഈ റോബർട്ടിന്റെ താക്കോൽ രേഖയുടെ ബാഗിൽ എങ്ങനെ വന്നു? ഈ കേസിന്റെ തുടക്കം മുതലേ എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്റെ സംശയം മുഴുവൻ അന്നേ വിനോദിലായിരുന്നു. അയാൾ ഇല്ലാതിരുന്നൊരു ദിവസം രേഖയുടെ ഹാൻഡ് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് ഞാൻ ഈ വീട്ടിൽ വന്നു. ഈ ഡോർ തുറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചിരിക്കാമെന്നൊരു മിന്നലാട്ടം പോലെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഉടനെ തന്നെ ഞാൻ റോബർട്ടിന്റെ വീട്ടിലേക്ക് പോയി. ആ കീ ഉപയോഗിച്ച് റോബർട്ടിന്റെ വീടിന്റെ ഡോർ തുറക്കാൻ ഞാൻ നോക്കി. കറക്റ്റ്, അത് റോബർട്ടിന്റെ കീ ആയിരുന്നു. രേഖയുടെ കീ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വന്നു. വീടിന്റെ പുറത്തും മറ്റും പരിശോധിച്ചു. അങ്ങനെ മുൻവശത്തെ ഫ്ലവർ വേസിന്റെ അടിയിൽ നിന്നും എനിക്ക് ഈ വീടിന്റെ ഒറിജിനൽ കീ കിട്ടി. ആ കീ വെച്ച് ഞാൻ ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു. ഈ വീട് മുഴുവൻ ഞാൻ സെർച്ച് ചെയ്തു. ഒടുവിൽ നിങ്ങളുടെ ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് ഈ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടി. മിസ്റ്റർ മേനോന്റെ മരണം മുതലേ എനിക്ക് വിനോദിനെ സംശയമുണ്ടായിരുന്നു. ഫോട്ടോസ് കിട്ടിയ അന്ന് തന്നെ വേണമെങ്കിൽ വിനോദിനെ എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. മിസ്റ്റർ മേനോനെ കൊല ചെയ്ത അതേ റോബർട്ടിനെ തന്നെയാണ് രേഖയെ കൊലപ്പെടുത്താനും വിനോദ് കണ്ടെത്തിയത്. അതിനയാൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗപ്പെടുത്തിയിരിക്കാം. ഐ മീൻ എ ബ്ലാക്ക്മെയിൽ ഹിയർ. ന്യൂ ഇയർ നൈറ്റിൽ റോബർട്ടിന് വീട്ടിൽ കടന്നു വരാൻ രേഖയുടെ ഹാൻഡ് ബാഗിലെ കീ എടുത്ത് വിനോദ് ഫ്ലവർ വേസിനടിയിൽ വെച്ചു. എല്ലാം പ്ലാനിംഗ് പോലെ നടന്നു. ഫ്ലവർ വേസിനടിയിൽ നിന്നും കീ എടുത്ത റോബർട്ട് വീട്ടിനകത്ത് കിടന്ന് രേഖയെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചു പോകുമ്പോൾ പഴയപടി കീ ഫ്ലവർ വേസിനടിയിൽ വെക്കണമെന്നായിരുന്നു വിനോദിന്റെ നിർദ്ദേശം. ഇവിടെയാണ് റോബർട്ടിന് തെറ്റുപറ്റിയത്. ഡോറ് തുറന്ന് കീ ഫ്ലവർ വേസിന് അടിയിൽ വെച്ചതിന് ശേഷമാണ് റോബർട്ട് വീട്ടിനകത്ത് കയറിയത്. അക്കാര്യം വിനോദിന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മരിച്ചു കിടന്ന റോബർട്ടിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന അയാളുടെ കീ എടുത്ത് ഹാൻഡ് ബാഗിനുള്ളിൽ ഇട്ടത്. അത് രേഖയുടെ കീ ആണെന്ന വിശ്വാസത്തിൽ.
I am sorry, Mrs. Rekha. Your husband is a born habitual criminal. ആക്കി എന്റേതാണ്. Congratulations, Inspector. Will you have a drink? On duty. Oh, I remember. So then it's a key you want. Hmm? Thank you. Leave her alone. You have not escaped. No! Give me a pistol, or else I'll shoot to kill her. The final scene is over. ഇനിയും എല്ലാം അഡ്മിറ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. Yes, I admit. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയവനാണ് ഈ വിനോദ് മേനൻ. ആത്മവിശ്വാസം, അത് മാത്രമായിരുന്നു എന്റെ ക്യാപിറ്റൽ. വലിയ ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ. ഞാൻ തോൽക്കുന്ന ആദ്യത്തെ അവസാനത്തെയും കളിയാണത്. തെറ്റിന്റെ വഴിയിലൂടെ ഏറെ പോയവനാണ് ഞാൻ. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആർക്കും എന്നെ തിരുത്താനും കഴിയില്ല. നിനക്ക് പോലും. ഐ എം സോറി. മിടുക്കനായ ഇൻസ്പെക്ടർ, നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ തോൽക്കില്ല, തോറ്റു തരില്ല.